പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം ലഭിച്ച ഭാഗ്യവാൻ കരുനാഗപ്പള്ളി സ്വദേശി ദിനേഷ് കുമാർ. കൊല്ലം KSRTC ഡിപ്പോയ്ക്ക് സമീപമുള്ള ജയകുമാർ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. കരുനാഗപ്പള്ളി തഴവ തൊടിയൂർ നോർത്ത് സ്വദേശി കൊച്ചയ്യപ്പത്ത് കിഴക്കേതിൽ ദിനേഷ് കുമാറിനെ 2.5 കോടിയുടെ ഉടമയാക്കിയത്. അതേസമയം കോടീശ്വരനായ വിവരം ഭാര്യയ്ക്കും മക്കൾക്കും സർപ്രൈസായി. JC 32 55 26 എന്നത് ഇനി ദിനേഷ് കുമാറിന്റെ ഭാഗ്യ നമ്പർ. നിന്ന നിപ്പിന് തന്നെ കോടീശ്വരനാക്കിയ നമ്പർ. കാറിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് കുടുംബസമേതം വന്നിറങ്ങിയ ദിനേശിന് JK ലോട്ടറി ഉടമകളായ ജയകുമാറും വിജയകുമാറും നാട്ടുകാരും ആവേശപൂർവമായ വരവേൽപ്പ് നൽകി. പൂമാലയിട്ട് സ്വീകരിക്കുകയാണ്. അവസാനം നമ്മളെല്ലാം കാത്തിരുന്നത് ഭാഗ്യശാലിയെത്തി. എന്ത് പറയുന്നു ദിനേശ്? താൻ പണ്ട് എങ്ങനെ ജീവിച്ചോ അതേ ജീവിതം തുടർന്നും നയിക്കും. കോടീശ്വരനായത് പാവങ്ങളെ സഹായിക്കാൻ. ദിനേശന്റെ വാക്കുകളിൽ മനുഷ്യത്വം പ്രകടം. ലോട്ടറി ടിക്കറ്റ് എല്ലാവരും വാങ്ങണമെന്ന് ദിനേശ് അഭ്യർത്ഥിച്ചു. ഇപ്പം നമുക്ക് ഈ കിട്ടിയ തുകയുടെ കൂട്ട് തന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ ഓരോരുത്തരെ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സഹായം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ദൈവം തന്നൊരു ബോണസ് എന്ന് കണക്കൂട്ടുന്നേ ഉള്ളൂ. ഞാൻ ഇനി നമ്മൾ സഹായങ്ങൾ ചെയ്യും. നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാതെ ഇത് ചെയ്യുമെന്നുള്ള കാര്യം അറിയാം. പിന്നെ ലോട്ടറി എടുക്കുന്നവർക്കേ അടിക്കത്തുള്ളൂ. എല്ലാവരും ലോട്ടറി എടുക്കണം. ലോട്ടറി എടുത്താലേ ലോട്ടറി അടിക്കത്തുള്ളൂ. ലോട്ടറി എടുക്കാത്തവരടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഭാര്യ രശ്മിയെയും മക്കൾ ധീരജനെയും സന്തോഷം അറിയിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ. നാളിതുവരെ തൻ്റെ ഭർത്താവ് ലോട്ടറി എടുക്കുന്നതിനെ താൻ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് രശ്മി പറഞ്ഞു. രാവിലെ മാത്രമാണ് തങ്ങളോട് ലോട്ടറി അടിച്ച വിവരം അറിയിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ ലോട്ടറി എടുത്ത് ഈ പണം കളയുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാ? ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ലോട്ടറി എടുക്കുന്നത്. അന്നേരം എവിടെ പോയാലും ലോട്ടറി എടുക്കും. അന്നേരം ഇതുപോലെ 50 1 ഒക്കെ അടിച്ചിട്ടുണ്ട്. അന്നേരം നമ്മുടെ കരുനാപ്പള്ളി അടിച്ചപ്പോഴായാലും അത് ചുമ്മാതെ പറഞ്ഞതാണ്. ഇങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പം ഇതുപോലെ പറഞ്ഞിട്ട് ഈ ചിലപ്പം കരുനാപ്പള്ളിക്കായിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴാണ് പ്രിൻസ് ജ്വല്ലറിയിൽ അവർക്ക് അടിച്ചത്. അന്നേരം ഭയങ്കര വിഷമമായിരുന്നു. ജസ്റ്റ് നമ്പറിനാണ് മിസ്സായി പോയത്. എന്നാലും എടുക്കും, എവിടെ പോയാലും എടുക്കും. ബമ്പർ ടിക്കറ്റുകൾ മാത്രം വാങ്ങാറുള്ള ദിനേശിന് മുമ്പും 50,000 10,000 രൂപ വീതമുള്ള സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. സ്വന്തമായി പശുഫാം നടത്തുകയാണ് ദിനേശ്. ഇവര് പണം കൊണ്ട് കോടീശ്വരന്മാരാണ്, പക്ഷേ അതേപോലെ തന്നെ മനസ്സുകൊണ്ടും അവർ കോടീശ്വരന്മാരാണ്. ഇതെല്ലാം നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രഖ്യാപനം. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.